എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ടാറ്റയുടെ പിക്കപ്പ് വാഹനമായ ഇൻട്രാ V50 ഗോൾഡിന്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഈ വാഹനം ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് ആണ്. നമുക്കപ്പോൾ ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളൊപ്പം ചേരുന്നത് സൗജിത്താണ്. സൗജിത്തിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ V30യുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്കറിയാം V50 നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഗോൾഡൻ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ ഇറങ്ങിയപ്പോൾ നമ്മള് കുറച്ച് മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വരുന്നത് ഇൻട്രാ V50 ഗോൾഡ് എന്ന് പറയുന്ന സീരീസ് ആണ് വരുന്നത്. ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ എഞ്ചിനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1.5 കോമൺ റെയിൽ ടർബോ ഇന്റർകൂളർ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ ആണ്. സിസിയിൽ നമ്മൾ പറഞ്ഞാല് 1497 cc ആണ് വാഹനം വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡീറ്റെയിൽ പറഞ്ഞു തുടങ്ങാം. ഇതിൽ നമ്മുടെ നോർമലി നമ്മുടെ V30 ഉള്ളതും അതുപോലെ തന്നെ V50യുടെ ബാഡ്ജിങ് ഉണ്ട്. V50 AC എന്നുള്ള നോൺ AC ആണെങ്കിൽ AC-യുടെ ബാഡ്ജിങ് ഉണ്ടാവില്ല. അതുപോലെ ഇൻട്രാ പിക്കപ്പ് എന്നുള്ള ബാഡ്ജിങ്, ടാറ്റയുടെ ലോഗോ എല്ലാം തന്നെ സെയിം ആണ് വരുന്നത്. പിന്നെ മെയിൻ നമ്മള് ഗ്ലാസ്സിൽ നിന്ന് തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻട്രാ പിക്കപ്പിൽ വരുമ്പോൾ ഇൻട്രാ സീരീസിൽ വരുന്ന എല്ലാ പിക്കപ്പിലും കർവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത്. അകത്തൊരു ഡ്രൈവർ ഇരിക്കുമ്പോൾ നമ്മൾ സൺലൈറ്റ് അടിക്കുമ്പോൾ ആൾക്ക് അധികം ചൂടോ കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ഇൻട്രാ വാഹനങ്ങളിലെല്ലാം ഒരു കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് ഗ്രീൻ ടിൻറ്റഡ് ആണ്. മെയിൻ ആയിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സേഫ്റ്റിയാണ്. ടാറ്റയുടെ വാഹനങ്ങളിൽ മെയിൻ ആയിട്ടും ടാറ്റ ഹൈലൈറ്റ് ചെയ്യുന്ന സേഫ്റ്റി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മെയിൻ വിൻഷീൽഡ് ഗ്രീൻ ടിൻറ്റഡ് ആണ്. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഇപ്പൊ ക്രാക്ക് വരുന്ന സമയത്ത് ആ ചില്ല് പൊട്ടി ഡ്രൈവർക്കോ അല്ലെങ്കിൽ കോ ഡ്രൈവർക്കോ ഒരു അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഗ്രീൻ ടിൻറ്റഡ് ആവുമ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചെതറി പോവില്ല. നമുക്കറിയാലോ, ഒരു നോർമൽ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ പൊട്ടുന്ന പോലെ ഇതിങ്ങനെ വിരിഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ. അത് പൊട്ടിച്ചെതറി പോവാത്ത രീതിയിൽ സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ വിൻഷീൽഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ ഇൻട്രാ V50 വരുന്ന ഈ ഒരു ഒറ്റ മോഡലാണോ ചേട്ടൻ? ആകെ ഒരു മോഡലാണോ വരുന്നുള്ളൂ? V50 ഗോൾഡിൽ തന്നെ നമുക്ക് 3 വേരിയന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻട്രാ V50 ഗോൾഡ് CX, അതുപോലെ തന്നെ LX, പിന്നെ VX എന്ന് പറയുന്നത് AC ആണ്. CX ഉം LX നോൺ AC ആണ്. അതിൽ CX തന്നെ നമുക്ക് ബോഡി ലെങ്ത്തിൽ വരുന്ന ഡിഫറൻസ് ആണ് വരുന്നത്. അത് നമുക്ക് ബോഡി ലെങ്ത്തിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇൻട്രാ V50 ഉണ്ടായിരുന്നത് 1500 കിലോ പേലോഡ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് 1700 കിലോ പേലോഡ് നമ്മൾ ഇൻട്രാ V50 ഗോൾഡ് സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാറ്റം കുറച്ച് മാറ്റങ്ങളും കൂടെ വരുന്നുണ്ട്. വാറണ്ടിയിൽ മാറ്റമുണ്ട്, സർവീസിൽ മാറ്റമുണ്ട്, അതുപോലെ നമ്മുടെ വണ്ടിയുടെ ലോഡ് ബോഡി ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ വരുത്തിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് എല്ലാം നമ്മൾ V30 പോലെ തന്നെ സെയിം ആയിട്ടുള്ള സ്ക്വയർ ലാമ്പ് ആണ് വരുന്നത്. വിസിബിലിറ്റി കൂടുതലുണ്ട്. നോർമലി റൗണ്ട് ഹെഡ് ലാമ്പ് ആകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. സ്ക്വയർ ആകുമ്പോഴത്തേനും വിസിബിലിറ്റി കൂടുതലുണ്ട്. അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ ഇൻഡിക്കേറ്ററിലും ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഗോൾഡിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ V30 കണ്ട പോലെ തന്നെ സെയിം ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതെ അത് ആ സെയിം മോഡൽ തന്നെയാണ് ഇതിലും വരുന്നത്. V50ക്ക് നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. വെഹിക്കിളിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പം ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഈസി ആയിട്ട് ക്യാബിന് കയറാൻ വേണ്ടി നമ്മൾ ഫുഡ് സ്റ്റെപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ടയറിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ടയറാണ് നമുക്ക് V50 വരുന്നത്. ടയർ സൈസ് വരുമ്പോൾ 215, 75, R15 റേഡിയൽ ടയറാണ് വരുന്നത്. നോൺ എസിയിലും AC-ലും എല്ലാം സെയിം ടയർ സൈസാണ് വരുന്നത്. നമുക്ക് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ടയർ ആയതുകൊണ്ട് ലോഡ് കയറിയാലും നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്. നമ്മൾ കാറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡോർ ഹാൻഡിലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് കളറിലാണ്. ഏത് AC ആണെങ്കിലും നോൺ AC ആണെങ്കിലും കളർ ചേഞ്ച് വരുമ്പോഴൊക്കെ വരുന്നത്. പിന്നെ നമ്മള് കൂളന്റ് ടാങ്ക് ഈ ഭാഗത്തായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫില്ലിങ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ കസ്റ്റമർക്ക് ഈ സൈഡിൽ ഒന്നുകൊണ്ട് വേറെ ലോഡ് ബോഡി ഒന്നും മാറ്റാതെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കൊടുത്തിരിക്കുന്നത് വൈപ്പർ വാഷിന്റെ വെള്ളം ഫില്ല് ചെയ്യുന്ന ചെറിയൊരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ തന്നെയായിട്ടാണ് വരുന്നത്. ഇല്ല നമുക്കിപ്പോ എന്റെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെഹിക്കിളിന് എന്തെങ്കിലുമൊക്കെ പണികൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ലോഡ് ബോഡിയിലാണെങ്കിലും എന്തെങ്കിലും എക്സ്റ്റൻഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് കൂടുതൽ ബോഡി അഴിച്ച് അതുപോലെ ക്യാബിൻ മാറ്റിയൊക്കെ ചെയ്യുന്നതിന് പകരം അവർക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് 193 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ലോഡ് ക്യാരി ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പൊ നാരോ റൂട്ട് ആണെങ്കിലും കട്ട് റോഡ് ആണെങ്കിലും ഏത് റോട്ടിലാണെങ്കിലും നമുക്ക് അടി തട്ടുന്ന അല്ലെങ്കിൽ അടി ഇടിച്ചെന്നുള്ള ഒരു പ്രശ്നം നമുക്ക് വാഹനത്തിന് വരുന്നില്ല. ഈ V50 വന്നു കഴിഞ്ഞപ്പോൾ ഗോൾഡിലേക്ക് വന്നപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആണ് വരുന്നത്. നമുക്ക് V30നേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് V50ക്ക് കൂടുതലുണ്ട് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതുപോലെ നമുക്ക് ഫ്യൂവലിന്റെ ടാങ്ക് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഫ്യൂവൽ ടാങ്ക് വരുന്നതും ഈ സൈഡിലാണ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും ഇത് എന്താണ്, ഇത് ഡെഫ് ടാങ്ക് ആണ്, ആർട്ട്ബ്ലൂ. നമ്മുടെ AC മോഡലിൽ വരുമ്പോഴത്തേനും SCR ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 16 ലിറ്ററിന്റെ ആർട്ട്ബ്ലൂവിന്റെ ടാങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ മീറ്റർ നമ്മൾ ക്ലസ്റ്ററിൽ കാണും, അതനുസരിച്ച് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫ്യൂവൽ ടാങ്ക് ഈ സൈഡിലായിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. കസ്റ്റമേഴ്സിന് ഇപ്പൊ ഡെഫും ഇത് മാറി പോകാണ്ടിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഇതിൽ ഡീസൽ എന്നുള്ള ഇത് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 35 ലിറ്ററിന്റെ ഡീസൽ ടാങ്ക് ആണ് വരുന്നത്. ലോഡ് ക്യാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡ് ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൊളുത്തുകൾ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് ബോഡിയുടെ കാര്യത്തിൽ വന്നാലും നമുക്ക് ടാറ്റയുടെ വാഹനമായത് നമുക്ക് അറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോഡി ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോ ഇൻട്രാ പിക്കപ്പ് എന്നുള്ള ഒരു ബാഡ്ജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും ഓരോ റിവേഴ്സ് സെൻസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ആണ് വരുന്നത്. പിന്നെ നമുക്ക് സ്പെയർ വീൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെന്ററിലായിട്ട് ടാറ്റയുടെ ലോഗോ ഇൻബിൽറ്റ് ആയിട്ട് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ വലിയ വാഹനങ്ങളിലെ പോലെ തന്നെ ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു ലോക്കാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ വാഹനത്തിന് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. അപ്പൊ എത്ര ലോഡും ക്യാരി ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലീഫിന്റെ സ്ട്രെങ്ത് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ വരുന്നത് സെമി ഇലക്ട്രിക്കൽ ലീഫ് ഒരു സൈഡിൽ തന്നെ 10 ലീഫ് വരുന്നുണ്ട്. അത് നമുക്ക് സൈഡിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും. രണ്ട് സൈഡിലും കൂടെ വരുമ്പോഴത്തേനും 20 ലീഫ് ബാക്കിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 പരാബോളിക് ലീഫാണ് വരുന്നത്. പരാബോളിക് ലീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാബില് കസ്റ്റമേഴ്സിന് കുലുക്കമൊന്നും ഫീൽ ചെയ്യാതെ നല്ലൊരു കംഫർട്ട് ഉണ്ടായിരിക്കും. 1700 കിലോയാണ് ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. കസ്റ്റമേഴ്സ് നമുക്ക് അതിൽ ഓവർലോഡ് ക്യാരി ചെയ്താലും നമ്മുടെ വണ്ടിയിൽ ഒരു പ്രശ്നം വരാത്ത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ചേസിസ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോമിക് ചേസിസ് ആണ്. നമ്മുടെ വണ്ടിയിൽ മാത്രമാണ് ഹൈഡ്രോഫോമിക് ചേസിസ് വരുന്നത്. അതായത് ഇതിൽ വരുന്ന വെൽഡിങ്സ് ജോയിന്റ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെൽഡിംഗ് മൂലം വരുന്ന ക്രാക്കുകളോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ വണ്ടിയിൽ വരുന്നത്. ഒരു സിംഗിൾ മെഷിൽ കട്ട് ചെയ്തെടുത്ത ചേസിസ് ആണ്. നമ്മൾ V30 പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോഫോമിക് ചേസിസ് ആണ് ഇൻട്രാ സീരീസിൽ വരുന്നത്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ടാണ് എയർ ഫിൽറ്റർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. എയർ ഫിൽറ്ററിന്റെ പൈപ്പാണ് നമുക്ക് മേലേക്ക് പോയിരിക്കുന്നത്. ആ സൈഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർക്ക് ക്യാബിനിലേക്ക് കയറാൻ ഈസി ആയിട്ട് കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പും ഈ സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാബിന്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഈ സൈഡിലെ സ്വിച്ചസ് തന്നെ ആദ്യം പരിചയപ്പെടാം. ഇതിൽ ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ 2 മോഡാണ് വരുന്നത്. എക്കോ മോഡും പവർ മോഡും. നമുക്കിപ്പോൾ ഒരു റേറ്റഡ് ലോഡ് ഉള്ളപ്പോഴും അതുപോലെ കാലിയായിട്ട് പോകുന്ന സമയത്ത് ഹൈവേസിൽ അതുപോലെ സ്ട്രെയിറ്റ് റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്കോ മോഡ് ഇട്ട് ഓടിക്കുവാണെങ്കിൽ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ കാറിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻട്രാ സീരീസിൽ നമ്മൾ എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റീജനറേഷന്റെ ബട്ടണാണ്. നമ്മൾ ഈ വണ്ടിയിൽ AC മോഡലിൽ ആർട്ട്ബ്ലൂ വരുന്ന വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ റീജനറേഷൻ മാനുവലായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്, റീജനറേഷൻ സ്വിച്ച്. പിന്നെ വരുമ്പോൾ AC വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് ആണെങ്കിലും നല്ല സ്മൂത്ത് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. അതെ, നല്ലൊരു സ്റ്റിയറിംഗ് ടൈപ്പ് വീല് തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് നമ്മളൊരു കാറിന്റെ ഒരു ഫീലിംഗ് നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല കസ്റ്റമേഴ്സും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കളർ ഔട്ടർ ബോർഡർ ആയിട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നോൺ എസിൽ നമുക്ക് സ്റ്റീരിയോ അവൈലബിൾ അല്ല. ഇതിന്റെ AC വേരിയന്റിൽ മാത്രമാണ് സ്റ്റീരിയോയെ വരുന്നുള്ളൂ. ഇതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. നമുക്ക് USB കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇതില്.
പിന്നെ AC വെന്റ് വരുന്നുണ്ടല്ലേ 4 AC വെന്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 5 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം മൊബൈലിൽ എപ്പോഴും ഫുൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 5 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജർ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബിന്റെ പൊസിഷൻ ഈ ഏരിയയിലാണ് വരുന്നത്. അത് നമ്മൾ ക്യാബിൻ വാക്ക് ത്രൂ ക്യാബിൻ എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ ലോഡ് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി ലോഡ് ഇറക്കുന്ന സമയത്ത് ഈ സൈഡിലേക്ക് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ ഈ സൈഡിൽ കൂടെ ഈസി ആയിട്ട് നടന്ന് പുറത്തിറങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാബിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സീറ്റിംഗിലേക്ക് വരുമ്പോൾ ക്യാബിൻ D+1 ആണ് പെർമിറ്റഡ് വരുന്നത്. ഇതില് സെന്ററിൽ ഒരു ചെറിയൊരു കുട്ടി സീറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഡ്രൈവർക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു സീറ്റ് സെന്ററിൽ ആഡ് ചെയ്തിരിക്കുന്നത്. AC മോഡലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. നോൺ AC-യിലാണെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് വരുന്നത്. പക്ഷേ AC-യിലേക്ക് വരുമ്പോൾ കുഷനിലെ കാര്യങ്ങളിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 യൂട്ടിലിറ്റി സ്പേസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മൊബൈലോ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നെങ്കിൽ ഒരു ചെറിയ സ്പേസ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു കസ്റ്റമേഴ്സിന് അവരുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സോ എന്തെങ്കിലും പേഴ്സോ കാര്യങ്ങളോ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ലോക്ക് കാര്യങ്ങൾ നമ്മുടെ കീഴിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് സെൻട്രലായിട്ടാണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നതും ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇത് ക്ലസ്റ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ആണ് വരുന്നത്. ഇതില് ഫ്യൂവലിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AdBlue വാല്യൂ കാണിക്കുന്നുണ്ട്. ടൈം പിന്നെ എഞ്ചിൻ ഹീറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്കോ മോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഇതിൽ എക്കോ എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടെ കാണിക്കുക. അപ്പൊ നമ്മളിപ്പോ കസ്റ്റമർക്ക് എക്കോ മോഡിലാണോ പവർ മോഡിലാണോ കിടക്കണേന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇതിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ സിമ്പിള് പോയിക്കോളും. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ V30 പരിചയപ്പെട്ട പോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഓടിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ട് ഇൻഡിക്കേഷനും വരും. അതുപോലെ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് വരും. അപ്പൊ ആ ബീപ്പ് സൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമ്പോൾ തന്നെ കസ്റ്റമർ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കും. അതുകൊണ്ട് കറക്റ്റ് ഗിയറിൽ ഓടിക്കുമ്പോൾ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി മൈലേജും വാഹനത്തിന് കിട്ടും. ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ആളുകൾക്കുള്ള ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയുണ്ടോ, ഇത് കയറ്റം കയറുമോ എന്നുള്ളൊരു മെയിൻ ഒരു ഡൗട്ട് വരാറുണ്ട്. ഒരു ഗ്രേഡ് കയറ്റം കയറാനുള്ള ക്ഷമത എന്ന് പറയുന്നത് 37% ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കയറ്റവും എത്ര വലിയ കയറ്റമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഓടിച്ച് കയറ്റാൻ പറ്റും. നല്ലൊരു വലിയുള്ള വാഹനം തന്നെയാണിത്. ഇതിന്റെ ഒരു ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് 6050 mm ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര നാരോ റൂട്ട് ആണെങ്കിലും ഈസി ആയിട്ട് വണ്ടി വളച്ച് നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റും. നോൺ AC-യിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് എന്താണെന്ന് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബമ്പറിന്റെ കളർ വരുമ്പോൾ ബ്ലാക്ക് കളർ ആയിരിക്കും വരുന്നത്. AC മോഡലില് ഫുള്ള് ബോഡി കളർ വരുമ്പോൾ നോൺ AC-യിൽ ഇപ്പൊ വൈറ്റ് ആണെങ്കിലും ഈ സ്റ്റോണഞ്ച് കളർ ആണെങ്കിലും ഈ ഒരു പോർഷൻ വരുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മുടെ വാഹനത്തിൽ സെയിം ആണ് വരുന്നത്. പിന്നെ ക്യാബിനിൽ വരുന്ന ഡിഫറൻസുകളുമാണ് നോൺ AC-യിൽ വരുന്നത്. ക്യാബിനിൽ നോർമലി വരുന്ന സ്റ്റീരിയോ കാര്യങ്ങൾ ഉണ്ടാവത്തില്ല. ഇതിന്റെ മൈലേജിലേക്ക് വന്നാൽ കമ്പനി ഒരു 15-16 കിലോമീറ്റർ ആണ് നമുക്ക് നോൺ AC-യിലൊക്കെ മൈലേജ് പറയുന്നത്. ഇപ്പൊ AC ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇപ്പൊ കണ്ടിന്യൂസ് AC ഇട്ടൊക്കെ ഓടിച്ചാലും നമുക്കൊരു 1 ഒക്കെ ഡ്രോപ്പ് വരുള്ളൂ. നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വണ്ടിയിൽ 3 വേരിയന്റ് വരുന്നുണ്ടെന്ന്. CX, LX, VX. അതിൽ തന്നെ നമുക്ക് ഈ ഒരു കളർ സ്റ്റോണഞ്ച് കളറും വൈറ്റും വരുന്നുണ്ട്. വൈറ്റ് കളറിലാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് വരുന്നത്. വൈറ്റില് CX മോഡൽ എന്ന് പറയുമ്പോൾ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9,02,584 എന്നൊരു പ്രൈസിലാണ് നമുക്ക് ഇൻട്രാ V50 വൈറ്റ് ഗോൾഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ AC മോഡലിലേക്കും കളർ വേരിയൻസിലേക്കും വരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും പ്രൈസ് ആയതുകൊണ്ട് തന്നെ 1,00,000 ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. എത്ര വർഷത്തേക്കാണ് ഫിനാൻസ് ഓഫ് ചെയ്തത്? നമ്മള് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് 5 to 6 tenure വരെ കിട്ടുന്ന ഫിനാൻസിയേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കണം, ഇതിന്റെ വാറന്റിയിലേക്കാണ്, എങ്ങനെയാണ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ കറന്റ് നമ്മുടെ അടുത്തുണ്ടായിരുന്ന V50 ഇൻട്രാ V50-യിൽ നിന്ന് നമ്മുടെ ഈ V50 ഗോൾഡ് സീരീസിലേക്ക് വരുമ്പോൾ വാറന്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാറന്റി 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരുന്നുണ്ട്. ഏതാണോ ആദ്യം വരുന്നത് അതുവരെ വാറന്റി ഉണ്ട്. അതുപോലെ തന്നെ സർവീസിലേക്ക് വരുമ്പോഴും ചേഞ്ച് വന്നിട്ടുണ്ട്. സർവീസ് ആദ്യം ഉണ്ടായിരുന്നത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 മാസമാണ്. ഇപ്പൊ ഈ ഗോൾഡ് സീരീസിൽ വരുന്ന വാഹനങ്ങൾക്കെല്ലാം നമുക്ക്
ഒരു വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. 20,000 കിലോമീറ്ററിലാണ് സർവീസ് ഓരോ 20,000 അല്ലെങ്കിൽ ഓരോ വർഷം. ഓട്ടം കൂടുതലുള്ളവർക്കാണെങ്കിൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഡേറ്റ് എന്നുള്ള ബേസിസിൽ തന്നെയാണ് നമ്മുടെ സർവീസ് വരുന്നത്. അല്ലേ? അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് ഇപ്പൊ വാഹനം എടുക്കാൻ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? പിന്നെ നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് ആകർഷകമായിട്ടുള്ള ഓഫറുകൾ കാര്യങ്ങൾ നമ്മൾ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ കസ്റ്റമർക്ക് അറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ പിന്നെ എടുത്തു ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ തൊടുപുഴയെന്നാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നത് ചിലപ്പം നമ്മുടെ ജില്ല വിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ കേരള പോപ്പുലറിൽ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വേറെ ലൊക്കേഷനിൽ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ബ്രാഞ്ച് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കസ്റ്റമർക്ക് അവിടെ നിന്ന് വണ്ടി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ഏത് വാഹനം ആയിക്കോട്ടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനം എടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. ഷോറൂമിൽ തന്നെ എക്സ്ചേഞ്ച് സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്ത് അവർക്ക് പുതിയ വാഹനം നിരത്തിലിറക്കി കൊടുക്കും. പിന്നെ നമുക്ക് ഈ വാഹനം സ്റ്റോക്ക് ഉണ്ടോ? എല്ലാ വണ്ടിയും നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മൾ അതിനെ കുറിച്ച് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വാക്കറിനോട് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോടുകൂടി ഇന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തായാലും അത് ഉപകാരമായിട്ട് മാറും. ഇതിന് നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും അതുപോലെ വാഹനം വാങ്ങാനാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇതേമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.